ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ട്രാപ്പായി പോകുന്നൊരു കാര്യത്തിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അത് മാർക്കറ്റ് ലിക്വിഡിറ്റിയെ പറ്റിയാണ്. അപ്പോൾ മാക്സിമം ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ഇംബാലൻസ് എന്താണെന്നും അതുപോലെ തന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ വരുന്നതാണ് ഇംബാലൻസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നും അത് വെച്ച് എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്, മാർക്കറ്റ് ലിക്വിഡിറ്റിനെ പറ്റിയും അതേപോലെ ഇന്നത്തെ മാർക്കറ്റിൽ ഇന്നലെ ഞാൻ ഈ സ്ട്രാറ്റജി പറഞ്ഞു തന്നപ്പോൾ ഈ ഒരു പോയിന്റ് നിന്നൊക്കെയാണ് ആ സ്ട്രാറ്റജി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്ട്രാറ്റജി ഇന്നത്തെ മാർക്കറ്റിൽ എത്രത്തോളം വർക്കായിട്ടുണ്ടെന്നും ഞാൻ എങ്ങനെയാണ് ഈ മാർക്കറ്റിലെ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തെടുക്കുന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ദിവസത്തെ വീഡിയോയിൽ തന്നെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇന്നത്തെ ദിവസം എവിടെ നിന്നായിരിക്കും റിവേഴ്സ് ആവാൻ സാധ്യത. കാരണം കൂടുതൽ ബയ്യേഴ്സ് ഏത് പോയിന്റ് വെച്ചിട്ടായിരിക്കും ഇൻട്രസ്റ്റഡ് ആവുക എന്നും അതുപോലെ തന്നെ കൂടുതൽ സെല്ലേഴ്സ് ഏത് പോയിന്റിൽ വെച്ചിട്ടായിരിക്കും ആക്റ്റീവ് ആവാൻ സാധ്യത ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ലാസ്റ്റ് ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഇന്നത്തെ മാർക്കറ്റിൽ എത്രത്തോളം വർക്കായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ ചാർട്ടിൽ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഇതിനെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നുള്ള കാര്യത്തിനെ പറ്റിയാണ്. ഇപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞ പോയിന്റ് തന്നെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പുഷ് ചെയ്തേക്കുന്നു. ഇവിടെ നിന്ന് എൻ്റർ ചെയ്തവരെല്ലാം നെക്സ്റ്റ് ഒരു പോയിന്റ് തന്നെ നെക്സ്റ്റ് സപ്ലൈസ് ആണ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ലിക്വിഡിറ്റി എന്താണെന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ഒരു വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതിന് മുന്നേ നമുക്ക് ലാസ്റ്റ് ദിവസം ഇംബാലൻസ് എന്ന രീതിയിൽ മാത്രം കിട്ടിയിട്ടുള്ള എൻട്രീസിനെ പറ്റിയും ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു ലിക്വിഡിറ്റിനെ പറ്റി കൂടുതലായിട്ടും കണക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? 5 മിനിറ്റിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഡൗൺ സൈഡിലേക്ക് ചെറിയൊരു കറക്ഷൻ കാണിച്ചു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു 5 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇത് നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കത്തില്ലേ. കാരണം ഈ ഒരു ഇമ്പൾസീവ് മൂവ് നടന്നതിന് ശേഷമുള്ള അതിന് മുന്നേ ഉള്ള ഒരു ബേസ് ക്യാനിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഈ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് 5 മിനിറ്റിലെ ഒരു ഓർഡർ ബ്ലോക്ക് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ 5 മിനിറ്റിലാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് എടുക്കുന്നത്. അതിനുശേഷം 1 മിനിറ്റിലേക്ക് റിഫൈൻ ചെയ്തിട്ടാണ് 1 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് എടുക്കുന്നത്. ഇപ്പോൾ 5 മിനിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി. കാരണം ഒരു ബേസ് ക്യാനിൽ അതിനുശേഷം നല്ലൊരു ഇമ്പൾസീവ് മൂവ്. ഇതിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉള്ളതായിട്ട് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ലേ. അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് 5 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് കിട്ടി. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ തന്നെ ഇത് റിഫൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 1 മിനിറ്റ് ഓർഡർ ബ്ലോക്കും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാർട്ടിലേക്ക് കറക്റ്റായിട്ട് നോക്കി ഇതാണ് നമുക്ക് കിട്ടുന്നൊരു 1 മിനിറ്റ് ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാൻ പറ്റുന്നത്. കാരണം ഈ ഒരു ഈ ഒരു റെഡ് ക്യാൻഡിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉള്ളത്. അപ്പം അങ്ങനെ ഒരു നമുക്ക് ആ റെഡ് ക്യാൻഡിൽ തന്നെ ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാം. കാരണം ആ ഒരു റെഡ് ക്യാൻഡിൻ്റെ ഉള്ളിലാണല്ലോ ഒരു ബേസ് ക്യാൻഡിലായിട്ട് ആ ഒരു ചെറിയൊരു ഗ്രീൻ ക്യാൻഡിലുള്ളത്. അപ്പോൾ ആ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന രീതി മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ആ ഇംബാലൻസ് മാർക്കറ്റ് കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു ഒന്ന് പുഷ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ടാർഗറ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 10 പോയിൻറ്റ് നമ്മൾ ആ ഒരു സോണിന് താഴെ തന്നെ എസിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു 10 പോയിൻറ്റ് മിനിമം കൊടുത്തു. 10 പോയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 30 പോയിൻറ്റ് റിവാർഡായിട്ടും ഏകദേശം ഒരു 1:3 കിട്ടിയതായിട്ട് നമുക്ക് ചാർട്ടിലേക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ലിക്വിഡിറ്റിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പോവാട്ടോ. അതേപോലെ നെക്സ്റ്റ് ഒരു 5 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇംബാലൻസ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടൊരു സപ്ലൈ സോണിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ മൊമെൻറ്റം എല്ലാം വളരെയധികം വീക്കാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഇമ്പൾസീവ് മൂവ് കാണുന്ന ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു ക്യാൻഡിലെല്ലാം സ്ട്രോങ് ആയിട്ട് കാണുന്നത്. അതിന് തൊട്ട് മുന്നുള്ള ബേസ് ക്യാൻഡിലായിരിക്കും നമ്മൾ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് എടുക്കാം. ഇത് മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷിലാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഇംബാലൻസിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ബുള്ളിഷിലാണ്. എന്നിരുന്നാൽ പോലും ആ ഒരു പോയിന്റിനെ കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 5 മിനിറ്റിൽ നമുക്ക് ഈ ഒരു ബേസ് ക്യാൻഡിൽ തന്നെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാം. ഇതിന് ശേഷം നമ്മളിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 1 മിനിറ്റിലേക്ക് നേരെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ, സ്റ്റാർട്ടിംഗ് വന്ന പോയിന്റ് ഏതാ? ഈ ഒരു ക്യാൻഡിലല്ലേ. ചാർട്ടിലേക്ക് നോക്കി ഒരു ഇമ്പൾസീവ് മൂവ് സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ട് മുന്നുള്ള ഒരു ബേസ് ക്യാൻഡിലാണ് നമ്മൾ 1 മിനിറ്റിലെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കുന്നത്. ആ രീതിയിലേക്ക് ഈ ഒരു ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു പോയിന്റിനെ നല്ല രീതിയിൽ തന്നെ റെസ്പെക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നില്ലേ.
നമ്മളിവിടെ ഇംബാലൻസ് എന്നുള്ള രീതിയിൽ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിലിനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ലിക്വിഡിറ്റിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ലാസ്റ്റ് തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു പോയിന്റിനെ ടാപ്പ് ചെയ്തു, അതേ രീതി തന്നെ നല്ലൊരു സെല്ലിങ് ഡൗൺ സൈഡിലേക്ക് വന്നു. ടാർഗറ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30 പോയിൻറ്റ് 10 പോയിൻറ്റ് എസ്സിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു 30 പോയിൻറ്റ് 1:3 ഒക്കെ സിമ്പിളായിട്ട് തന്നെ കിട്ടിയതായിട്ട് ഈ ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാനും പറ്റുന്നില്ലേ. കാരണം ഈ ഒരു പോയിന്റിലേക്ക് എത്തി നല്ലൊരു സെല്ലിങ് ഇംബാലൻസിനെ റെസ്പെക്റ്റ് ചെയ്തത് ഈ പോയിന്റ് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലിക്വിഡിറ്റിയെ പറ്റി മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ 5 മിനിറ്റിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കാണുന്നൊരു സപ്ലൈ സോണാണിത്. ഇപ്പോൾ ഈ ചാർട്ടിലേക്ക് നോക്കി 5 മിനിറ്റിൽ ഒരു സപ്ലൈ സോൺ ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു ലോജിക്കലി നോക്കുമ്പോൾ സെല്ലേഴ്സ് കൂടുതൽ എൻ്റർ ചെയ്യാനുള്ള സാധ്യതയുള്ള പോയിൻ്റാണ്. ഇവിടേക്ക് നോക്കിയപ്പോൾ നമുക്ക് ഒരു ഡോജി ക്യാൻഡിൽ കാണുന്നുണ്ട്, അതിന് ശേഷം ഒരു റിവേഴ്സൽ ക്യാൻഡിൽ കാണുന്നുണ്ട്. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് വീക്കായിട്ട് നിന്നു. ഇതേ കാര്യങ്ങളൊന്ന് 1 മിനിറ്റിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 5 മിനിറ്റിലേക്ക് നോക്കി അതേ ചാർട്ട് തന്നെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെല്ലേഴ്സ് വളരെയധികം വീക്കാണെന്ന് കാണാൻ പറ്റും. ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾ ലോജിക്കലി കണക്ട് ചെയ്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വീക്കായിട്ടുള്ള സെല്ലേഴ്സിനെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡപ്പ് ഡൗൺ സൈഡിലേക്ക് വന്നത്. അതേപോലെ ഈ ഒരു പോയിന്റിലേക്ക് നോക്കിയാലും മാർക്കറ്റ് ഏത് രീതിയിലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം വീക്കായിട്ടുള്ള സെല്ലേഴ്സിനെ അല്ലെങ്കിൽ ബയേഴ്സിനെ റിമൂവ് ചെയ്തതിന് ശേഷമായിരിക്കും നല്ലൊരു ബിൽഡപ്പ് കാണാനായിട്ട് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീക്കായിട്ടുള്ള സെല്ലേഴ്സ് ഫസ്റ്റ് ഈ സോണിലെല്ലാം എൻട്രി ചെയ്തവരെ വീക്കായിട്ടുള്ളവരെല്ലാം ഒന്ന് ട്രാപ്പ് ആക്കിയതിന് ശേഷമാണ് ഡൗൺ സൈഡിലേക്ക് വീണ്ടും മൂവ് ചെയ്തത്. കാരണം ഈ ഒരു പോയിന്റിലായിരിക്കും കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാകുന്നത്. ഇവിടുന്ന് ഫസ്റ്റിൽ എൻട്രി ചെയ്തവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് എല്ലാം എടുത്തതിന് ശേഷമാണ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് പുഷ് ചെയ്യുന്നത്. അതേ രീതിയിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും ഡൗൺ സൈഡിലേക്ക് വീക്കായിട്ടുള്ള സെല്ലേഴ്സാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിങ്ങും നല്ലൊരു ഇമ്പൾസീവ് മൂവും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ കൂടുതലായിട്ടും ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിച്ചു പോകാനുണ്ട്. ഇപ്പോൾ മനസ്സിലാവുന്നില്ലേ? ആ വീക്കായിട്ടുള്ള സെല്ലേഴ്സിനെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി മൊത്തം കളക്ട് ചെയ്തതിന് ശേഷമാണ് നല്ലൊരു മൊമെൻറ്റം നമുക്ക് ഡൗൺ സൈഡിലേക്ക് കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ നമ്മൾ ഇംബാലൻസ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് 2 ട്രേഡ് ഇവിടെ കിട്ടിയിട്ടുമുണ്ട്. 2 വർക്കായതും ഏകദേശം 1:3 കിട്ടിയതും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മളിവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ ഇംബാലൻസ് എന്നുള്ള കാര്യം പഠിച്ചത്. ഇതിൽ തന്നെ ഇനി പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തത് ലിക്വിഡിറ്റി, മാർക്കറ്റ് ലിക്വിഡിറ്റിനെ മനസ്സിലാക്കാനുണ്ട്. അതിനുശേഷം ലിക്വിഡിറ്റി ട്രാപ്പ് എന്നുള്ളതിനെപ്പറ്റി മനസ്സിലാക്കാനുണ്ട്. ഓർഡർ ബ്ലോക്ക് എന്ന രീതിയിലേക്ക് വരുവാണെങ്കിലും ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് എങ്ങനെ എടുക്കുക എന്നുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോകാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നതെന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് 5 മിനിറ്റിൽ ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് 2 ട്രേഡ്സാണ് കറക്റ്റായിട്ട് നിന്ന് കിട്ടിയിട്ടുള്ളത്. ലാസ്റ്റ് വീഡിയോയിൽ ഇംബാലൻസ് എന്ന രീതിയെ പറ്റി മാത്രം നോക്കിയപ്പോൾ പോലും 2 ട്രേഡ്സാണ് കിട്ടിയിട്ടുള്ളത്. ഇത് എത്രത്തോളം വർക്ക് ആവുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കണക്റ്റ് ആക്കി എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി തരാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിയാലും മാർക്കറ്റ് ലിക്വിഡിറ്റിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഫസ്റ്റ് എൻ്റർ ചെയ്ത വീക്കായിട്ടുള്ള സെല്ലേഴ്സിനെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഡൗൺ സൈഡിലേക്ക് പുഷ് ചെയ്തത്. മാർക്കറ്റ് അത്രത്തോളം ബുള്ളിഷിലേക്ക് ആയിട്ട് പോലും ഇംബാലൻസിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നത് കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലേ. അപ്പോൾ ഇതേ രീതിയിൽ കാര്യങ്ങൾ എപ്പോഴും കണക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ മാർക്കറ്റ് എവിടെ നിന്ന് റിവേഴ്സ് ആവുന്നു അല്ലെങ്കിൽ എവിടെ നിന്നാണ് മാർക്കറ്റ് കൂടുതൽ ബയേഴ്സ് എൻ്റർ ചെയ്യുക സെല്ലേഴ്സ് എൻ്റർ ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് കണക്ട് ചെയ്തെടുക്കുന്നത് ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന രീതിയിൽ മാത്രം മനസ്സിലാക്കിക്കൊണ്ടാണ്. ഞാനിതിൽ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ലെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ എപ്പോഴും കണക്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് ലിക്വിഡിറ്റി എന്താണ്, ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റി ഞാൻ പറഞ്ഞല്ലോ, ട്രാപ്പ് ആയിക്കോട്ടെ, ലിക്വിഡിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിച്ചു പോകാനുണ്ട്. ലിക്വിഡിറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ തന്നെ മനസ്സിലാക്കണമെങ്കിലും ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ തന്നെ നോക്കിയാൽ മതി. നമ്മൾ എൻട്രി എടുത്ത പോയിന്റിൽ നിന്ന് ഒരു വീക്കായിട്ടുള്ള ബൈയിങ് ആണ് കാണിക്കുന്നത്. അതിനുശേഷം ഈ വീക്കായിട്ടുള്ള ബയേഴ്സിനെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അപ്പ് സൈഡിലേക്ക് കാണുന്നത്. അതേപോലെ തന്നെ ഡേ ലോയിന് വരെ ബ്രേക്ക് ചെയ്ത് അവിടുത്തെ മൊത്തം ലിക്വിഡിറ്റി ട്രാപ്പാക്കിയതിന് ശേഷമാണ് ഒരു ബിൽഡപ്പ് കാണുന്നതും. ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമ്മുടെ കറക്റ്റായിട്ടുള്ള രീതി ഒന്ന് നോക്കിപ്പോയാൽ മതി. ഇവിടെ നിന്നൊക്കെയാണ് ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു ഈക്വൽ ഹൈസ് ഈക്വൽ ലോസ് ആ ഒരു ടൈപ്പ് ലിക്വിഡിറ്റി എല്ലാം നമുക്ക് ഈ ചാർട്ടിൽ തന്നെ കാണുന്നുണ്ട്. അതെല്ലാം എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് നല്ലൊരു മൊമെൻറ്റം തരുന്നത്. ഇവിടെ നിന്നൊക്കെ നോക്കിയാലും നെക്സ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആ രീതിയിലേക്ക് നോക്കാം. ഇതെല്ലാം ട്രാപ്പാക്കിയതിന് ശേഷമായിരിക്കും മാർക്കറ്റ് ഒരു മൊമെൻറ്റം തന്നത്. അപ്പോൾ ഇതുപോലെ ലിക്വിഡിറ്റിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ബാക്കി ലിക്വിഡിറ്റി എന്താണ്, ഈ ഓരോരോ ടൈപ്പ് ലിക്വിഡിറ്റി ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞു പോകാനുള്ളൂ. അപ്പോൾ
പറഞ്ഞു തന്ന കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് മാക്സിമം ഒന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.